രാഹു, വളരെ ചെറുതാണല്ലോ നിന്റെ ശരീരം. അതായത് പകുതിയിലും പകുതി. അതിനെയും നീ കല്ലിനെ പോലെ കഠോരമാക്കിയോ? എന്തിനായി? നാരദ, നീ വീണ വായിക്കുന്നത് ശരി തന്നെ, പക്ഷേ നിന്റെ വാണിയിൽ വിഷമാണ്. അമൃതം പാനം ചെയ്താലും അസുരന് അമൃതം വിഷമായേ തോന്നുകയുള്ളൂ രാഹു. നാരായണ നാരായണ. ദോഷം നിന്റേതല്ല, നിന്റെ ആസുരവൃത്തിയുടേതാണ്. നിന്റെ ഈ ദിവ്യവൃത്തി കൊണ്ട് വിശേഷിച്ചൊന്നും ചെയ്യാനില്ല നാരദ. നാരായണ നാരായണ. രാഹു, ആസുരശക്തികൾ ദിവ്യശക്തികളുടെ മാർഗത്തിൽ ബാധയാകുമെന്നത് തീർച്ച. പക്ഷേ അവർ ലക്ഷ്യത്തിൽ ദിവ്യപരിണാമത്തിൽ എത്തുക എന്നത് തടയുവാൻ അവർക്കാവുകയില്ല തന്നെ. കാരണം അസുരന്മാർക്ക് ആ കഴിവ് ഒട്ടും തന്നെ ഇല്ല. നാരായണ നാരായണ. നോക്കിക്കോ, നിന്റെ ദൈത്യരാജൻ ജലന്ധരന് സ്വർഗം ലഭിക്കാൻ പോകുന്നില്ല. അത് മാത്രവുമല്ല രാഹു, അദ്ദേഹം തന്റെ സഹോദരിയെയും ഭർത്താവ് ശ്രീഹരി വിഷ്ണുവിനെയും തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. നാരായണ നാരായണ. ഇതെല്ലാം നിന്റെ സൂത്രവും കൗശലവും കാരണമാണ് നാരദ. നീ ദൈത്യരാജനെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് അദ്ദേഹത്തോട് സത്യം ബോധിപ്പിക്കും. ദൈത്യന്മാരിലും അസുരന്മാരിലും സത്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ സ്വർഗം ആകാശത്തിലല്ല ഭൂമിയിലാകുമായിരുന്നു. പിന്നെ ദൈത്യരാജൻ ബോധവാനാകുന്നതിലധികം അജ്ഞാനം വർദ്ധിക്കാനാണ് സാധ്യത. നാരായണ നാരായണ. കൂടാതെ ബോധവാനാക്കുവാൻ ദൈത്യ ഗുരു ശുക്രാചാര്യനുണ്ട്. പക്ഷേ ഗുരു ശുക്രാചാര്യന് മുൻപേ അവിടെ എത്തി ദൈത്യരാജന്റെ ഗുരുവാകുവാൻ നീ പ്രയത്നിച്ചാൽ നീ കുടിച്ച അമൃതിന് പോലും നിന്നെ രക്ഷിക്കാനാകയില്ല. നാരായണ നാരായണ. ഒപ്പം നിന്റെ ദുർഗതിയിൽ ഇനിയും വർധനമുണ്ടാകാനും ഇടയുണ്ട്. സൂക്ഷിക്കണം. ഈ ശരീരമില്ലാത്ത ശിരസിനെ സംരക്ഷിക്കണം. പരമേശ്വരായ നമോ നമഃ. സശംഖചക്രം സകിരീടീകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം ലക്ഷ്മീ ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ. ഇരുവർക്കും ഹൃദയംഗമായ സ്വാഗതം. വന്നാലും സ്വാമിൻ, അങ്ങ് ദേവന്മാർക്കെല്ലാം സംപൂജ്യയായ ശ്രീലക്ഷ്മിയെയും ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെയും നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് അവരെ ആദരിച്ച് സ്വീകരിച്ച് നമ്മുടെ യശസ് വർദ്ധിപ്പിച്ചു. അങ്ങ് ദേവന്മാരുടെയും അസുരന്മാരുടെയും ശത്രു പാരമ്പര്യം മറന്ന് ജഗത്തിലെ ഏറ്റവും കീർത്തിമാനായി ഭവിച്ചിരിക്കുന്നു. സത്യമാണ് പറഞ്ഞത് വൃന്ദ. ജഗത്തിലെ യാത്രകളുടെ എല്ലാം അന്ത്യം സുഖപ്രദമായി തന്നെ ഭവിക്കുന്നു. പക്ഷേ ശത്രുത എന്ന യാത്രയുടെ അന്ത്യം വേഗം സംഭവിക്കുന്നില്ല. ആണെങ്കിൽ തന്നെ അത് ദുഃഖദായകവുമാകും. എൻ്റെ ഭ്രാതാവ് ജലന്ധരൻ ഈ ദുഃഖദായക യാത്രയെ ഇടയ്ക്ക് വെച്ച് സമാപ്തമാക്കി മഹത്തായ ഒരു കാര്യം ചെയ്തു. ശ്രീമാൻ മഹാബലി ജലന്ധരനെ പോലെ ജഗത്തിലെ മറ്റു വ്യക്തികളും ഒരു സത്യം മനസ്സിലാക്കണം. ഉജ്ജ്വല യശസ്സും മഹത്വവും ശത്രുത കൊണ്ടല്ല, മൈത്രി കൊണ്ടാണ് ലഭിക്കുന്നത്. അതേ ജഗദീശ്വര, ശത്രുത കൊണ്ട് പരിതസ്ഥിതിയാകവെ തന്നെ ദൂഷിതമായി തീരുന്നു. മനോവികാരം, ആശകൾ, കുടുംബം, വംശം, കുലമെല്ലാം മലീമസമായി തീരുന്നു.
ഭാവിയിൽ സന്താനങ്ങൾ രോഗികളും ഭോഗികളുമായി ജനിക്കുന്നു. സർവരുടെയും ഭാവി അന്ധകാരമയമായി തീരുന്നു. എന്നാൽ മൈത്രി കൊണ്ട് സമ്പൂർണ്ണ പരിതസ്ഥിതിയും ആനന്ദവും ഉല്ലാസവും കൊണ്ട് പരിപൂർണമാകുന്നു. മനോമുകുരത്തിൽ സദ്ഭാവനയും സദ്ഗുണങ്ങളും മംഗളകരമായ ചിന്തകളും ജന്മമെടുക്കുന്നു. ജീവിതത്തോടുള്ള അഭിവാഞ്ച വർദ്ധിക്കുന്നു. സന്താനങ്ങൾ യോഗ്യന്മാരും സദ്വൃത്തരുമാകുന്നു. മൈത്രീഭാവം എപ്പോഴും സുഖം, സമ്പത്ത്, സൽഗുണം ഇവയ്ക്ക് വൃദ്ധിയുണ്ടാക്കുന്നു. അത്യുത്തമം. മഹാബലി ജലന്ധരന്റെ ഭുജങ്ങൾക്ക് ബലമുള്ള പോലെ വൃന്ദയുടെ ആശയങ്ങൾക്ക് ഉദാരതയും ഭവ്യതയും മഹത്വവുമുണ്ട്. അതിസുന്ദരം. സ്ത്രീകൾ അങ്ങനെയാ. ദേവഗുരു, ശ്രീഹരി വിഷ്ണുവും ജലന്ധരനുമായുള്ള ഈ അടുപ്പം മനസ്സിൽ വല്ലാതെ ആശങ്ക വളർത്തുന്നു. ആ ബന്ധം കാരണം അപകടം വല്ലതും സംഭവിച്ചു പോയാൽ? അതെ ദേവഗുരു. അതായത് ദേവഗുരു, ജലന്ധരൻ ദേവന്മാരുടെ ശത്രുവാണ്. ഭഗവാൻ ശ്രീഹരി വിഷ്ണു ദേവന്മാരുടെ ഹിതകാംക്ഷിയും രക്ഷകനുമാണ്. ജലന്ധരൻ ശ്രീഹരി വിഷ്ണുവിനോടൊന്നിച്ച് ലക്ഷ്മി ദേവിയെ അതിഥിയായി കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിന്റെ പരിണാമം എന്താ? ശുഭമാകുമോ? ഇങ്ങനെയും സംഭവിക്കാം. ശ്രീഹരി വിഷ്ണു ദേവന്മാരുടെ പക്ഷത്തു നിന്ന് മാറി അസുരന്മാരുടെ ഹിതത്തിനായി പ്രവർത്തിച്ചുവെങ്കിലോ? ശ്രീഹരി വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ തോന്നുവാൻ കാരണം? അദ്ദേഹം ജലന്ധരന്റെ ശ്യാലനാണ് ഗുരുദേവ, ശ്യാലൻ. പിന്നെ അങ്ങ് കേട്ടിട്ടില്ലേ, സർവ്വജഗത്തിലെയും സത്യം ഒരു വശത്ത്, ഭാര്യ സഹോദരൻ മറുവശത്ത്. ശ്രീഹരി വിഷ്ണുവും പത്നി സഹോദരനോടുള്ള സ്നേഹം കൊണ്ട് നമ്മിൽ നിന്നും ദൂരെ പോയേക്കാം. അങ്ങൊന്ന് മറക്കുന്നു ദേവരാജ. നിമ്നസ്ഥിതിയിലുള്ള വ്യക്തി സ്വാർത്ഥം മൂലം സ്നേഹബന്ധം കൊണ്ട് അസ്ഥിരനായേക്കാം. പക്ഷേ ഉച്ചസ്ഥിതിയിലെ മഹാനായ സൽപുരുഷൻ സ്വാർത്ഥ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക പതിവില്ല. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതേ പാപമാണ്. അദ്ദേഹം ഒരിക്കലും ദേവന്മാർക്ക് വിരുദ്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ദേവീന്ദ്രാണി, ദേവിക്ക് എന്തു തോന്നുന്നു എന്നതല്ല പ്രശ്നം. സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം. ദേവഗുരു, ചില സംഭവങ്ങൾ ശങ്കയ്ക്ക് ജന്മം നൽകുന്നു. ശങ്ക സത്യത്തെ മനസ്സിലാക്കുവാൻ ഒരിക്കലും അനുവദിക്കാറില്ല. നാരായണ നാരായണ. ഇടയ്ക്കിടെ ഇങ്ങനെ ശങ്കിക്കുക, പിന്നെ ആ ശങ്ക കാരണം അപമാനിക്കുക, ഇത് ആപത്തുകളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ദേവരാജ. താങ്കൾ ഭഗവാൻ ഭൂതനാഥന്റെ അവധൂതാവതാരത്തിന് നേരെ അപമര്യാദയായി പെരുമാറി. ഈ ജലന്ധരൻ അതിന്റെ പരിണാമമായി താങ്കളെ ഇതാ കഷ്ടപ്പെടുത്തുന്നു. താങ്കൾ ഇനി ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെതിരായും മനസ്സിൽ വിരോധം പുലർത്താൻ തുടങ്ങിയാൽ മറ്റൊരു ജലന്ധരൻ കൂടെ ഉത്ഭവിച്ച് താങ്കളുടെ വിഷമങ്ങൾക്ക് വൃത്തി നൽകും. ആലോചിക്കണം ദേവരാജ. താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന വിപത്തുകൾക്കെല്ലാം ഉത്തരവാദി താങ്കൾ മാത്രമായിരിക്കും. അരുതരുത് ദേവർഷേ, ഞങ്ങളെ ശപിക്കരുത്. ഇപ്പോഴേ ഞങ്ങൾക്ക് വിപത്തുകൾ കുറച്ചൊന്നുമല്ല. ശാപം, ആശീർവാദം, കൃപ, ആശങ്ക ഇവയെല്ലാം കർമ്മങ്ങളുടെയും ചിന്തകളുടെയും ഉൽപ്പത്തികളാണ് ദേവി. ആരും മറ്റൊരാൾക്ക് ഹിതമോ അഹിതമോ പ്രവർത്തിക്കുവാൻ ശക്തരല്ല. വ്യക്തിയുടെ ദുർവിചാരം, സദ്വിചാരം, ദുഷ്കർമ്മം, പുണ്യകർമ്മം ഇവ ഗുരുത്വാകർഷണം മൂലം സുഫലം അല്ലെങ്കിൽ ദുഷ്ഫലം വരുത്തുന്നു ദേവി സച്ചി. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെ കുറിച്ച് ദുർവിചാരമുണ്ടാവുക സുഫലമാകുമോ? ദേവർഷേ, പക്ഷെ ഇത് സത്യമല്ലേ? അദ്ദേഹം ലക്ഷ്മിയുമൊത്ത് ജലന്ധരന്റെ ഭവനത്തിൽ പോയെന്നത്? തീർച്ചയായും പോയി. അവന്റെ ആതിഥ്യവും സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ജലന്ധരന്റെ ആതിഥ്യം സ്വീകരിച്ചെന്ന് വെച്ച് നമുക്ക് പറയാൻ കഴിയുമോ സചിദേവി, ഭഗവാൻ ശ്രീഹരി വിഷ്ണു ദേവന്മാരുടെ ശുഭകാംക്ഷിയും ഹിതകാംക്ഷിയും അല്ല എന്ന്? മഹാന്മാരുടെ വിഭൂതിയെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും മഹത്തായ ഒരു മനസ്സ് ആവശ്യമാണ് എന്ന് വരുന്നു. അത്തരമൊരു മനസ്സിന്റെ സകല വാതായനങ്ങളും തുറന്നിരിക്കണം. നാരായണ നാരായണ. വൃന്ദ ഒരു മഹാമനസ്സിനുടമയാണ്. ദേവി, നമുക്കിപ്പോൾ തോന്നുന്നു നമ്മുടെ ഈ വിപത്തുക്കൾക്കെല്ലാം കാരണം വൃന്ദയാണ്. വൃന്ദയുടെ മഹത്വം, വൃന്ദയുടെ ഔദാര്യം,
അവളുടെ ത്യാഗ മനോഭാവം ഇവയെല്ലാം ദേവന്മാരുടെ അപജയത്തിന് കാരണമായി കൂടാ.